ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു അടിപ്പാത വന്നതിൽ വീട്ടുകാരൊക്കെ പേടിച്ചിട്ടായിരുന്നു കുട്ടികളെ റെയിൽ ക്രോസ് ചെയ്യണതിന്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഞങ്ങളെ അമ്മയായിരുന്നു ഞങ്ങളെ എന്ന് രാവിലെ ഇങ്ങോട്ട് ആക്കി തരാറ്. ഇപ്പം ആ പേടിയൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യമായി. ഏറെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം ഞാനൊക്കെ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 35 വർഷത്തോളമായി. അന്നൊക്കെ ഞങ്ങൾ ഈ ട്രാക്ക് മുറിഞ്ഞ് കിടന്നിട്ടാണ് പോയിരുന്നത്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം. ഏറെ സന്തോഷം. ഒരു നാടിന്റെ സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് പെരുമുടിയൂർക്കാർ. 1987 മുതലുള്ള അവരുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒന്നല്ല 2 റെയിൽപാതകൾ കടന്നു വേണമായിരുന്നു പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകർക്കും എത്താൻ. എന്നാൽ ഇന്ന് ഈ നാടിന്റെ വലിയ ഒരു അപകടകരമായ ഭീഷണിയും ആശങ്കയ്ക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് റെയിൽവേ അടിപ്പാത എന്നുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിന്റെ ആശ്വാസത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കുട്ടികളെ ക്രോസ് ചെയ്യിക്കുക എന്ന് പറയുന്നത്. ടീച്ചേഴ്സിന് 2 നേരം ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ ഇട്ടിരുന്നു. 2 ആൾക്കാർ വീതം റെയിൽ പാതയിൽ വന്ന ഡ്യൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. രക്ഷിതാക്കൾക്ക് ഭയങ്കര പേടി തന്നെയായിരുന്നു ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. അഡ്മിഷനെയൊക്കെ നന്നായി ബാധിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒത്തിരി കാലങ്ങളായി ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഓരോ വർഷവും പറയും അടുത്ത കൊല്ലം. ഇപ്രാവശ്യം അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വളരെ സന്തോഷം. ഈ റെയിലിൻ്റെ അടിപ്പാത വന്നതിന് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മുന്നേ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ട്രെയിനിൻ്റെ അടിയിൽപ്പെട്ടിട്ട് അപകടം സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു അടിപ്പാത ഉണ്ടായത് വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഈ നാട്ടിലുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ അടിപ്പാത വന്നതിൽ. ഇതിവിടെ നമ്മൾ പഠിക്കുന്ന കാലത്ത് 95-96 ആ സമയത്താണ് എൻ്റെ SLC ഇവിടെ പൂർത്തിയാവുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ ശരിക്കും കോൺക്രീറ്റ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ വരമ്പിലൂടെയാണ് ഞങ്ങളെല്ലാവരും വന്നിരുന്നത്. അന്ന് സിംഗിൾ റെയിലായിരുന്നു. റെയിൽ ക്രോസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച ആൾക്കാരാണ് നമ്മൾ ആ സമയത്ത്. ആ സമയത്ത് കോൺക്രീറ്റ് ഇല്ല, വരമ്പത്ത് കൂടെ വന്നിരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ജനറേഷന് കുട്ടികൾക്ക് രാഷ്ട്രീയക്കാരെ ഇടപെട്ടാലും എല്ലാവരും ഒരുമിച്ച് നിന്ന കാരണം വളരെ ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനെന്തായാലും നമ്മളെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ 3 മക്കൾ ഇവിടെ തന്നെ പഠിക്കുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനൊരു സംഭവം ഇവിടെ സെറ്റായതിന് നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ ഈ സ്ഥലത്തുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും കൂടിയും ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനൊരു സംഭവം ഇവിടെ വന്നതിൽ. ഒരുപാട് കാലമായിട്ട് പെരുമുടിയൂരുകാരുടെ ഒരാവശ്യമായിരുന്നു ഈ സ്കൂളിലേക്ക് വരാനുള്ള ഈ വഴി. ഇവിടെ ഒരു അടിപ്പാത ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ഇതൊരു വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും പഴയൊരു വിദ്യാലയമാണ്. കുഞ്ഞിരാമൻ നായരൊക്കെ പഠിച്ച കാലത്ത് തന്നെ റെയിൽ കടന്നാണ് വന്നിരുന്നത് ആൾക്കാർ. എന്തായാലും അടുത്ത കാലത്ത് നിരന്തരമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഈ അടിപ്പാത ഒരു യാഥാർത്ഥ്യമായി. നമുക്ക് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഇപ്പം ഞാനിവിടെയല്ല. ഞാനിവിടെ ഉള്ള സമയത്താണ് അതിൻ്റെ അന്നത്തെ PTA, അന്നത്തെ ഇപ്പോൾ സുധീഷ് മാഷെ പോലെയൊക്കെയുള്ള അധ്യാപകർ എല്ലാം ചേർന്നിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSA, അവരുടെ എല്ലാം അരുണിനെയൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. അവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എത്രയോ തവണ ഇവിടുത്തെ അധ്യാപകരും അന്നത്തെ അധ്യാപകരും PTA-യും OSA-യും ഒക്കെ പാലക്കാട് പോയി റെയിൽവേ ഓഫീസിൽ പോയി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ട് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. അതോടൊപ്പം MLA, MP ആ നിലയിലും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ശ്രമഫലമായി ഇപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായി. ഇപ്പോൾ വലിയ സന്തോഷമുണ്ട്. കുട്ടികളുടെ ഒരു യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഒരു ആത്മവിശ്വാസം, സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഒരു നാടിന്റെ കൂട്ടായ പരിശ്രമ ഫലമാണ് ഇന്ന് ഈ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമായതിനുള്ള കാരണം. റെയിൽവേ തന്നെയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും. അപകട വാർത്തകൾക്ക് അറുതിയായതിന്റെ അതിയായ സന്തോഷത്തിലാണ് പെരുമുടിയൂർ നാടും ഇവിടുത്തെ വിദ്യാലയവും. ക്യാമറാമാൻ വിനീതിനൊപ്പം രഹന തപസം. അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്റൈസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.